ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഈസി ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യമേ ഇതുപോലെ റെഡ് കളറിലൊന്ന് ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമേ കുപ്പിയിൽ ബേസ് കോട്ട് കൊടുക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ പ്ലെയിൻ കുപ്പിയിൽ ഒരു വൈറ്റ് ബേസ് കോട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ നാൾ മുന്നേ ചെയ്തിരുന്ന വീഡിയോ അല്ല ചെയ്ത് വെച്ചിരുന്ന കുപ്പിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ബേസ് കോട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇനി നമുക്കിതിന് പുറത്തേക്ക് ഈ ലീഫ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നല്ല പാവലിൻ്റെ ലീഫാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് വരുന്ന നല്ല ഷേപ്പുള്ള ലീഫുകൾ എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് നമുക്കിതിലേക്ക് സ്കെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യമേ ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ ലീഫ് എടുത്തിട്ട് അതിൻ്റെ ഒരു വശത്തേക്ക് നന്നായിട്ട് ഇതുപോലെ വൈറ്റ് കളർ ഒന്ന് സ്പോഞ്ച് കൊണ്ട് നന്നായിട്ടൊന്ന് പഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു ലീഫ് ഈ കുപ്പിയിലേക്ക് ഒന്ന് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് അതുപോലെ തന്നെ കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ സ്പഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനത് പെയിൻറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പം ഈ ഒരു പാവലിൻ്റെ ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും കനമില്ലാത്ത തീരെ നൈസ് ലീഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു എക്സാക്റ്റ് സ്ട്രക്ചർ കിട്ടിയിട്ട് നമ്മൾ പിന്നെ പെയിൻറ്റ് ചെയ്യാതെ തന്നെ എക്സാക്റ്റ് സ്ട്രക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഷേപ്പ് വരുന്ന ഏതെങ്കിലും നല്ല കട്ടിയുള്ള ലീഫ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ നന്നായിട്ട് കളറൊന്ന് സ്പഞ്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിതിങ്ങനെ പൊക്കിയെടുത്താൽ മതി. അപ്പം ഉണങ്ങാനോ അങ്ങനെയൊന്നും നിൽക്കരുത്, ഇപ്പോൾ തന്നെ നമുക്കത് പൊക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ 2-3 ഷേപ്പിലേക്ക് അങ്ങോട്ടേക്കും ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിങ്ങനെ പൊക്കിയെടുക്കാം. ഈ ഒരു റെഡിൽ വൈറ്റ് കളർ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഔട്ട്ലുക്ക് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചൂസ് ചെയ്യാം. അപ്പം നമ്മൾ ബേസ് കോട്ട് വേറെ ഏതെങ്കിലും കളറാണ് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള കളേഴ്സ് കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിലായിട്ടല്ലേ ഇത്. നമുക്ക് ഹോം ഡെക്കറായിട്ട് വെക്കാനൊക്കെ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്തെടുക്കാനും പറ്റും അല്ലേ. അപ്പം ഇതേപോലെയാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ സ്പോഞ്ച് കൊണ്ട് ചെയ്തില്ലെങ്കിൽ ബ്രഷ് കൊണ്ട് വേണമെങ്കിലും പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ പാവലിൻ്റെ ലീഫ് ആയതുകൊണ്ട് തീരെ നൈസ് ലീഫ് ആയതുകൊണ്ട് തന്നെ ഇത് വെച്ച് കൊടുക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ ഈവൻ വരയ്ക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ നമുക്ക് കുപ്പിയിലേക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ വരച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു കുപ്പിയിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതേ ഈ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ പൊളിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ മാത്രമേ അവിടെ കിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതേ രീതിക്ക് ഈ ഒരു സ്ട്രക്ചർ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തേക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ബ്രഷ് കൊണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രക്ചറുള്ള ഒരു ലീഫ് എടുക്കുന്നതാണെങ്കിൽ നന്നായിട്ട് വരും. അപ്പോൾ ഞാനിതുപോലെ ആ ഒരു ഷേപ്പിലേക്ക് ഒന്ന് ഇതുപോലെ ബ്രഷ് കൊണ്ടൊന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കളർ ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ ക്രാഫ്റ്റ് ആർട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേയേറെ നാളുകളായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഇതിനോടുള്ള ഒരു ഇഷ്ടം എപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ അതെന്തായാലും വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളിത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കാണുന്നവർ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറ്റ്സ് മീ അമലൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവരോടായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാം ചാനലൊന്ന് നോക്കിയാൽ മതി. ഒരുപാട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് കാണുക, അത് നോക്കുകയും അതുപോലെ ചെയ്യാനൊക്കെ പറ്റും. അപ്പം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നു കേട്ടോ.
കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു രീതിക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് ഔട്ട്ലുക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു വരുത് കേട്ടോ. അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസായിട്ട് ഇനിയും വരാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.